എങ്ങനെയാണ് സാറ് പേടി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് സാറേ പേടി മാറ്റിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാൻ നമുക്ക് ആവശ്യം കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇല്ലാതെ ഒരടി മുന്നോട്ട് വെച്ച് നടക്കാൻ കഴിയില്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ധൈര്യമായിരിക്കുക എന്നുള്ളതാണ്. പേടിയില്ലാത്ത അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അഹങ്കാരിയാവുക എന്നുള്ള അർത്ഥമല്ല കേട്ടോ. മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്ന അർത്ഥവും ഇല്ല. ഞാൻ എൻ്റെ ഭാഗം നന്നായിട്ട് പൂർത്തിയാക്കാൻ കഴിവുള്ളവനാണ് എന്ന ചിന്ത വളർത്തിയെടുക്കുന്നിടത്താണ് നമ്മൾ പേടിയെ അതിജീവിക്കുന്നത്. പേടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. പേടി എന്തൊക്കെ മനുഷ്യന്മാർ പേടിക്കാറുണ്ട്. രാത്രി എണീക്കാൻ പേടിക്കുന്ന ആളുകളുണ്ട്. പകലിനെ സൂര്യ വെളിച്ചത്തെ പേടിക്കുന്ന ആളുകളുണ്ട്. വെള്ളം പേടിക്കുന്ന ആളുകളുണ്ട്. രക്തം പേടിക്കുന്ന ആളുകളുണ്ട്. ഇടി മിന്നലുകൾ പേടിക്കുന്ന ആളുകളുണ്ട്. ഇടിയുടെ ശബ്ദം കേട്ട് പേടിക്കുന്ന ആളുകളുണ്ട്. പൂച്ച കരയുന്നത് പേടിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് മനുഷ്യന്മാരുടെ പേടി. പേടി മാറുക ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പേടിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ പേടി എന്തിലാണോ നമ്മൾ പേടിയുള്ളത് ആ പേടിയിൽ ഇടപെട്ട് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. COVID-19 പേടിച്ചിരുന്നു. നമ്മൾ മരിക്കുന്നവരെ കരുതിയിരുന്നു. എന്നിട്ടും കുറേ ആളുകൾ മരിച്ചു. അപ്പോഴൊക്കെ കരുതി അടുത്ത ഊഴം എൻ്റെതാണ് എന്ന് കരുതി ജീവിച്ചു. ആ പേടി ഇപ്പം നമുക്കുണ്ടോ? ഇല്ല. അതൊരു ഇഞ്ചക്ഷൻ തന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മരുന്ന് നമ്മൾ കഴിച്ചത് കൊണ്ടാണോ പേടിയില്ലാതെ ആയത്? അല്ല, നമ്മൾ അതുമായി സഹവസിച്ച് ജീവിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പേടി എന്ന് പറയുന്നത് അതൊരു മിത്ത് മാത്രമാണ്. പേടിയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ് വേണ്ടത്. പേടി ഉണ്ടായിക്കോട്ടെ, പേടി അല്പം ഉണ്ടാകുന്നത് നല്ലതാണ്. ഭയഭക്തിയുടെ പേടിയാണ് നമുക്ക് ആവശ്യം. ഭയം മാത്രം നിൽക്കുന്ന പേടിയല്ല നമുക്ക് ആവശ്യം. ഭക്തിപൂർവമുള്ള പേടിയാണ് നമുക്ക് ആവശ്യം. ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത്, പടച്ചതമ്പുരാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നാം ഭയഭക്തിയോടുകൂടിയാണ് നിൽക്കുന്നത്. അങ്ങനത്തെ പേടിയാണ് നമുക്ക് ആവശ്യം. അങ്ങനത്തെ ധൈര്യവുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്തിനേയും കണ്ടാൽ പേടിച്ച് ആവശ്യമില്ലാതെ ഒരാളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചാൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ വിളിച്ചാൽ 10 ആളുടെ മുമ്പിൽ നിന്നുകൊണ്ട് 2 അക്ഷരം നമ്മുടെ ഐഡിയകൾ, നമ്മുടെ ആശയങ്ങൾ പറയാൻ ധൈര്യം കാണിക്കാതെ പേടിയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുവെ മലയാളിക്ക് ഉള്ളതാണ്. പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണ് എങ്കിൽ ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു പബ്ലിക് ഈവന്റ് നടക്കുകയാണ്, പൊതുവെ ഒരു ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുന്ന അവസരങ്ങളിൽ ആ കുട്ടികളിൽ ഭൂരിഭാഗം ആളുകളും സെലക്ട് ചെയ്യുന്ന ഡെസ്ക് അല്ലെങ്കിൽ ബെഞ്ച് എന്ന് പറയുന്നത് ബാക്ക് ബെഞ്ച് ആയിരിക്കും. എന്നെ ഏറ്റവും കൂടുതൽ കൗതുകകരമായി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്തിനാണ് ഇവർ ബാക്ക് ബെഞ്ചസ്? ഇപ്പം നമ്മളൊരു വലിയ സക്സസ്ഫുൾ പ്രോഗ്രാം നടത്തുകയാണ്, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, ജീവിതത്തിൽ നാളെയുടെ വാഗ്ദാനമായി നമ്മൾ മാറ്റണമെന്നും പറഞ്ഞിട്ട് ഒരു വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ എത്തുന്നതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ വളരെയധികം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകളാണ് അതിലെത്തുക, അല്ലേ? ആ ഹാളിലേക്ക് ആദ്യം എത്തുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്ന സീറ്റ് ഏതായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? അത് ബാക്ക് ബെഞ്ച് ആയിരിക്കും. ബാക്കിൽ നിന്നാണ് നമ്മൾ ഫില്ലായിട്ട് വരിക. ഫ്രണ്ട് റോ തിരഞ്ഞെടുക്കുന്നത് വളരെ അപൂർവമാണ് എന്ന് മാത്രമല്ല, ചിലപ്പം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണ്? പേടി കൊണ്ടാണോ അത്? അല്ലെങ്കിൽ പ്രോഗ്രാം നടത്തുന്ന ആൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണോ? മറുപടി പറയാൻ നമുക്ക് ധൈര്യം വേണം. അത് നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള ധൈര്യമുള്ളിടത്ത് നമ്മൾ പിന്നെ എന്തിനു പേടിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സാറേ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ അവരോട് ചോദിച്ചാണ്, നിങ്ങൾ കുട്ടിയാവാൻ പേടിക്കുന്നുണ്ടോ? നിങ്ങൾ ചെറിയ കുഞ്ഞാവാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട പേടിക്കേണ്ട കാര്യമില്ല. കാര്യം
നിങ്ങൾ കുഞ്ഞാവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ കുഞ്ഞായാൽ മതി. ചെറിയ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിച്ചേച്ചാൽ മതി. നമ്മൾ വലിയ സംഭവമാണ് എന്ന് നമ്മൾ തന്നെ വിലയിരുത്തിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് പേടിയല്ല, തോൽവിയെ നേരിടാനുള്ള ധൈര്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു ഭീരുത്വമാണ്. പേടിയേക്കാൾ അപ്പുറം ഭീരുത്വം ഭയങ്കര പ്രശ്നമാണ്. പേടി നമുക്ക് വേണം, ഭയഭക്തി ഞാൻ പറഞ്ഞല്ലോ, ഭയഭക്തി നമുക്ക് വേണം, പക്ഷെ ഭീരുത്വം നമുക്ക് വേണ്ട. എന്തും നേരിടാനുള്ള ചങ്കൂറ്റാണ് നമുക്ക് വേണ്ടത്. എന്തിനെയാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടി നേരിടേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്ത് നമ്മൾ നേടിയെടുക്കേണ്ടത്? അത് നേടിയെടുക്കാൻ മനസ്സിനോട് നമ്മളെ പോരാട്ടം തുടങ്ങുന്നതിനെയാണ് പേടിയില്ലായ്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ചുറ്റുപാടും ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിൽ കയറി ഇരുന്നുകൊണ്ട് ഫീസ് അടച്ചതുകൊണ്ട് അവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് പഠിക്കില്ല, സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയാണോ? അത് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോളൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കുള്ളൂ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടുത്തെ ക്ലാസ് ഏറ്റവും നല്ല മുന്തിയ ടീച്ചറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാത്രം ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചോളണമെന്നില്ല. ഇംഗ്ലീഷ് ഈസ് എ വേർഷൻ ഓഫ് സ്കിൽ. അത് ഒരു ഇന്റലിജൻസ് അല്ല, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലൂടെ പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരിശീലിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടും. ചിലപ്പം ഗ്രാമർ മിസ്റ്റേക്ക് തെറ്റും, ചിലപ്പം ആളുകൾ കളിയാക്കും, ചില സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും. നമ്മൾ പ്രസംഗിക്കാൻ ഒരുങ്ങുന്ന സമയത്ത്, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും അവിടെ സദസ്സിലൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഇത് നേരിടാനുള്ള ധൈര്യം കാണിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അവിടെയാണ് ധൈര്യം, അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടി ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന പോർവിളിയാണ് ധൈര്യം എന്ന് പറയുന്നത്. പേടിയില്ലായ്മ നമ്മൾ നമ്മുടെ മനസ്സിലേക്കാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇന്ന് തീരുമാനിച്ചു എന്നിരിക്കുക. അപ്പോൾ ആ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്ന് പറയുന്നത് ഭീരുത്വമാണ്. മറിച്ച് നമ്മൾ കണ്ട വസ്തുക്കളോടൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ഇവിടെ ക്യാമറ ഉണ്ട്, ക്യാമറയോട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ചുമരുണ്ട്, ചുമരിനോട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. മരമുണ്ട്, മരത്തിനോട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഡെസ്ക് ഉണ്ട്, ബെഞ്ച് ഉണ്ട്, കോച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനോടൊക്കെ എൻ്റെ ഡൈനിങ് ടേബിളിനോട്, പ്ലേറ്റിനോട്, ഭക്ഷണത്തോട് ഒക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എന്ത് നന്മ ചെയ്യുവാണെങ്കിലും അത് വേണ്ട വേണ്ട എന്ന് വെക്കുന്ന ഒരു പ്രകൃതിയാണ് ബ്രെയിൻ എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുക. അത് ഓവർകം ചെയ്യാനും അതിനെതിരെ ആ കാര്യം ചെയ്ത് പൂർത്തിയാക്കാനുള്ള മനോഭാവം ഉണ്ടാക്കുമ്പോഴാണ് നാം ധൈര്യവാന്മാരാകുന്നത്. എന്നും രാത്രി ഒരു അരമണിക്കൂർ എനിക്ക് പുസ്തകം വായിക്കണം. നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്. പുസ്തകം വായിക്കുന്നത് നന്മയല്ല എന്നൊന്നും ആരും പറയില്ലല്ലോ, നല്ല കാര്യമല്ലേ. നല്ല കാര്യത്തിനാണ് നമുക്ക് എപ്പോഴും ബോറുണ്ടാവുക കേട്ടോ. അപ്പൊ ഏതായാലും പുസ്തകം വായിക്കുക എന്നൊരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വന്നു എന്ന് പറയുന്ന ഒരു ന്യായീകരണം അവിടെ പാടില്ല. അതിനെ ചെറുത്തു നിന്ന് തോൽപ്പിക്കാനുള്ള ഒരു 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 സംഗതി നിങ്ങളെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ധൈര്യവാന്മാരാകുന്നത്. ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ അഹങ്കാരിയാകുന്നതല്ല, മറ്റുള്ളവരുടെ മുമ്പിലുള്ള പോർവിളിയല്ല ധൈര്യം എന്ന് പറയുന്നത്. ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ധൈര്യം. അതാർക്കും പറ്റും, ആർക്കും പറ്റുന്ന കാര്യമാണത്. ധൈര്യം എന്ന് പറയുന്നത് സ്വന്തം ഇച്ഛയോട് നാം ചെറുത്തുനിൽപ്പ് നടത്തി ആ ഇച്ഛയുടെ വൈകല്യങ്ങളെ നേരിട്ട് അതിനെ ഒരു പോർമുഖത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അതിനെ നേടിയെടുക്കാനുള്ള കഴിവിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. ഇത് നിസ്സാര പരിപാടിയല്ല. ഞാൻ വേണമെങ്കിൽ ഒരു നിസ്സാരമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ച് പൂർത്തിയാക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ ഇതൊരു നിസ്സാര പരിപാടിയല്ല.
സ്വന്തം ഇച്ഛയോട് ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. പരിശുദ്ധ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയതല്ലേ അത്. സ്വന്തം ഇച്ഛയോട് കാണിക്കുന്നു. രാവിലെ എണീക്കുക എന്നുള്ളത് ഒരു മനുഷ്യർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു മനുഷ്യർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതിരാവിലെ എണീക്കുക എന്ന് പറയുന്നത്. പക്ഷേ എണീച്ചവരാവട്ടെ എല്ലാവരും വിജയിച്ചവരാണ്. ഇന്ന് കാണുന്ന എല്ലാ വിജയിച്ച മനുഷ്യന്മാരും അവർക്ക് പോലും ഇഷ്ടമല്ല രാവിലെ എണീക്കുന്നത്. പക്ഷേ അവർ അവരുടെ ശരീര ഇച്ഛയോട് പോർവിളി മുഴക്കി ഞാൻ എണീറ്റേ പറ്റൂ. അവരെണീറ്റു. അവർ വിജയികളായി മാറി. നാം വിജയികളാവാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ തീരുമാനിച്ചുവോ അതൊക്കെ പടുബോറൻ ആക്ടിവിറ്റീസുകളാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി അല്ല. ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ വിജയിച്ചതായിട്ടുണ്ടോ? ഉണ്ടോ? ബോറൻ ആക്ടിവിറ്റീസ് ദിവസവും ചെയ്ത് 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 മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കാൻ ധൈര്യം കാണിച്ചവനാണ് വിജയിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോറൻ ആക്ടിവിറ്റീസുകൾ, പുസ്തക വായന, പഠനം, ബ്രെയിനിന് പണി കൊടുക്കുക, മനസ്സിന് നല്ല വിശാലത കൊടുക്കുക, ഇതൊക്കെ ബോറൻ ആക്ടിവിറ്റീസാണ്. ഇത് ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഒരു സമീപനമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ശരിക്കും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ യുദ്ധം ചെയ്ത് പടവെട്ടുന്നതിന് തുല്യമാണ്. അത്തരത്തിലുള്ള ഒരു പടവെട്ടലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. പേടിയില്ലാതെയാകുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പേടിയുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വിജയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പുരോഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കുടുംബങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലായിടത്തും ആദിയായിരിക്കും. പേടിയാണ്, നേരിടാനുള്ള പേടിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ സെൽഫി എടുത്തിട്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. പാവം, എന്തൊരു ദാരുണമായ അന്ത്യമാണ്. ആ സാധുവിന് ഒരു മനുഷ്യൻ ധൈര്യം കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ നമുക്ക് കാണായിരുന്നു. ഇന്ന് സന്തോഷത്തോടു കൂടി ആ അമ്മയോടുകൂടെ ഒരുമിച്ച് ആ മോനും ജീവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ ഒരു മനുഷ്യനില്ല എന്നുള്ളതും കൂടെ സങ്കീർണമായ ജീവിത അവസ്ഥയാണ്. നമുക്ക് ധൈര്യം സ്വയമേ ഉണ്ടാക്കിയെടുക്കുകയും വേണം. നമുക്ക് ധൈര്യം തരുന്ന കൂട്ടാളികളെ നമ്മുടെ ചേർത്ത് പിടിക്കുകയും കൂടെ വേണം. നമ്മളെ ഭീരുവാക്കുന്ന, നമ്മുടെ ഒന്നിനും പറ്റാത്തവനാക്കുന്ന സർക്കിളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിന്നേ പറ്റൂ. നമുക്ക് ധൈര്യം തരുന്ന, നമുക്ക് മോട്ടിവേഷൻ തരുന്ന, നമുക്ക് പ്രോത്സാഹനങ്ങൾ തരുന്ന, നിനക്ക് നേടാൻ പറ്റും എന്ന് പറയുന്ന ശക്തികളുടെ, മനുഷ്യരുടെ കൂടെ നാം ചേർന്ന് നിൽക്കണം. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് സർക്കിൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നാം പകുതി ജീവിതത്തിൽ വിജയിച്ചു. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആക്ടിവിറ്റിയിലൂടെ നേടിയെടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സ് വളരെ സങ്കീർണമായ ഒരു ഉപകരണമാണ്. ആ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് എണ്ണയാണ്. ആ മനസ്സ് നല്ല മൃദുവായി പ്രവർത്തിക്കണം. ആ എണ്ണയാണ് ധൈര്യം എന്ന് പറയുന്നത്. ആ ധൈര്യം ഇല്ല എങ്കിൽ, ആ മനക്കരുത്തില്ല എങ്കിൽ നമുക്ക് ഒരു വിഷയത്തിലും വിജയം നേടിയെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് പേടി വെച്ച് പുലർത്തുന്നതിലൂടെ നമുക്ക് വിജയം കാണാൻ പറ്റില്ല. ധൈര്യമായി മുന്നോട്ട് പോകുന്നതിലൂടെ, ബോറായ പരിപാടിയാണെങ്കിലും ശരി, മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന, മുഷിപ്പ് ഉണ്ടാക്കുന്ന, നാണം കെടുത്തുന്ന പരിപാടിയാണെങ്കിലും ശരി, നാം ധൈര്യസമേതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ബ്രാൻഡ് ക്രിയേഷൻ ഈ ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തോടു കൂടി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പൊട്ടിമുളച്ചതാണ്. അതല്ലാതെ പേടിയിൽ നിന്ന് ഈ ലോകത്ത് ഒന്നും പൊട്ടിമുളച്ചിട്ടില്ല, ഒന്നും നിർമ്മിച്ചിട്ടില്ല. ഒക്കെ ധൈര്യത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ്, മനക്കരുത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ്, മനഃശക്തിയുടെ പേരിൽ ഉണ്ടായതാണ്, തവക്കുലിൻ്റെ പേരിൽ ഉണ്ടായതാണ്. പടച്ച തമ്പുരാൻ എന്നെ സഹായിക്കാനുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി തവക്കുൽ ചെയ്തുകൊണ്ട് എത്ര ബോറൻ പരിപാടിയാണെങ്കിലും ശരി, അത് ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അവിടെ നമ്മൾ വിജയിച്ചു. അവിടെ പേടിയില്ലായ്മ എന്ന് പറയുന്ന സംഭവം റീപ്ലേസ് ചെയ്തുകൊണ്ട് ധൈര്യം എന്ന് പറയുന്ന ഒരു വിഭവം, ഒരു ഖനി നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. ഇനിയുള്ള ജീവിതം പേടിയില്ലാതെ ധൈര്യമുള്ള ജീവിതമായി മാറ്റിയെടുക്കുക. ഒരിക്കൽ കൂടെ പറയാനുള്ളത്,
ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ മുമ്പിൽ അഹങ്കരിക്കാനുള്ളതല്ല. മറ്റുള്ളവൻ്റെ മുമ്പിൽ ഞാൻ വലിയവനാണ് എന്ന ഞാൻ മേന്മ പറയാൻ ഉള്ളതല്ല. മറിച്ച് എൻ്റെ ശരീരത്തിലെ ന്യൂനതകളെ, നെഗറ്റീവ് ഇമോഷൻസിനെ എതിർക്കാനുള്ള, അതിന് പടപൊരുതി അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള മനക്കരുത്തിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. അതെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവോ അന്ന് നാം ധൈര്യശാലികളായിരിക്കാം. താങ്ക് യു സോ മച്ച്.